നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടൊരു സ്പേസോ അല്ലെങ്കിൽ കോസ്റ്റോ കൺസേൺ ആയിട്ടുള്ള ഒരു വീടല്ല. പക്ഷേ ഈ വീടിന് ഒരു കോൺസെപ്റ്റുകളുടെ, ഈ വീടെന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റുകളുടെ ഭണ്ഡാരമാണ്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനം ഇത് ചെയ്ത നല്ല കിടുക്കാച്ചി ആർക്കിടെക്ട് നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? മാഹിർ ആലം. മാഹിർ ആലം. അതെ, പ്രത്യേക പേരാണല്ലോ. അതെ, പ്രത്യേക പേര്. എവിടെയാ സ്ഥലം? ഞാൻ ആക്ച്വലി നിലമ്പൂർ അടുത്ത് മമ്പാടാണ് വീട്. ഓക്കെ. അപ്പം നമ്മളുടെ ഈ വീടെന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ഏരിയ ഉള്ള വീടാണ്. അതായത് സ്ഥലമാണെങ്കിലും അകത്ത് ചെയ്തിരിക്കുന്നതാണെങ്കിലും മൊത്തം ഇത് ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം സ്പേസോ അല്ലെ കോസ്റ്റ് വെച്ചിട്ടോ നമുക്ക് ഇതിനെപ്പറ്റി തരംതിരിക്കാൻ പറ്റില്ല. അത്രയും വൈഡായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. പക്ഷേ ഇത് ഭയങ്കര കോൺസെപ്റ്റുകളുടെ ഭണ്ഡാരമാണെന്ന് എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തോന്നി. അപ്പം ഇതിന്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരണം. നമ്മുടെ ഇത് ശരിക്കും എത്ര ഏരിയ ആയിരുന്നു ഈ വീട് നിൽക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി ഒരു 1 ഏക്കർ സൈറ്റ് ആണ് മൊത്തത്തിൽ. 1 ഏക്കറാണ്. അപ്പൊ ഇതിന്റെ പാത്ത് ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? ഇത് കടപ്പ സ്റ്റോൺ ആണ്. ഇത് നാച്ചുറൽ മെറ്റീരിയൽ ആണ്. ഓക്കെ. കടപ്പ, ആന്ധ്രയിലെ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം സാധാരണ ബഫല്ലോ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഏകദേശം 1 വർഷമായിട്ടുണ്ട് ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഗ്രാസിനൊപ്പം തന്നെ എല്ലാ ടൈപ്പ് ഗ്രാസുകളും ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ലെവലിലാണ്. പിന്നെ ചെടികൾ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാർ പോർച്ച് ഏരിയയിലേക്ക് വരാം. കാർ പോർച്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സിക്യൂഷൻ വന്നത്? ആക്ച്വലി ഇവര് NRIs ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു 2 വണ്ടിക്കും പിന്നെ 2 വീലറും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ഒരു വീതി കുറഞ്ഞൊരു പാത്ത് വേ വഴി വന്നിട്ട് പിന്നെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ പിന്നെ ഗസ്റ്റ് വരുമ്പോൾ ഈ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇത്രയും. അപ്പോൾ അതിന് വേണ്ട എല്ലാ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടെ ചേർന്നിട്ട് ഈ തൂണുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് വലിയ തൂണുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ? ആക്ച്വലി വലിയ തൂണ് റിച്ച്നെസ് ഫീൽ തരും. മാത്രമല്ല ഇത് ഇത്രയും ക്യാൻലിവർ ചെയ്തെടുക്കുക. അറൌണ്ട് ഒരു 4 മീറ്റേഴ്സോളം ക്യാൻലിവർ ചെയ്തിട്ടാണ് ഈ പോർച്ച് ഉള്ളത്. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടിംഗ് എലമെന്റും കൂടിയാണ് ഈ തൂണ്. ഈ 2 സൈഡിൽ താഴെ ക്യാൻലിവർ ഉണ്ട്, അതുപോലെ തന്നെ മുകളിലും ക്യാൻലിവർ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഇത് സാറിന് ലാൻഡ്സ്കേപ്പിലൂടെ ഇറങ്ങിയിരിക്കാൻ ഒരു താല്പര്യമുള്ള ആളുകളാണ്. ഒരു ഇൻഫോർമലായിട്ട് ക്ലാരിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. അതെ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ വീടിനകത്തേക്കുള്ള ആക്സസ് ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ അത് നമ്മൾ കർട്ടൻസ് ഇട്ടിട്ട് ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് ടഫൻ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ടഫൻഡ് ആണ്. ഇതിന് ആക്ച്വലി നമ്മൾ ഇത് ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയാം. 2 ലെയർ ഗ്ലാസ് പ്ലസ് സെന്ററിൽ ലാമിനേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സാധാരണ നിലയിൽ ഈ ഗ്ലാസ് ഇവിടെ കൊടുക്കുമ്പോൾ ഇത് പൊട്ടിച്ചകത്ത് തരാനുള്ള ഒരു സാധ്യതയില്ലേ? ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് ഇത്രയും വലിയ ഗ്ലാസ് കൊടുത്ത് ഗ്രില്ല് കൊടുക്കാതിരുന്നാൽ ഇത് പൊട്ടിക്കൂല എന്നുള്ളത്. ഇത് ആക്ച്വലി ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയും. 2 ലെയർ ഗ്ലാസ് പ്ലസ് സെന്ററിൽ ഒരു ലാമിനേഷൻ ലെയർ വരും. ഇത് ബ്രേക്കബിൾ അല്ല. നമ്മൾ ചുറ്റിക്കെടുത്ത് ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ചെറുതായി പൊട്ടി വരും എന്നല്ലാതെ ഇത് ബ്രേക്ക് ചെയ്താൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ്. ഇതൊരു ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നോർമലി കരിങ്കല്ല് ഈ ഒരു തീമിന് മാച്ച് ആവുന്ന രൂപത്തിൽ. ഇത് ബ്രിക്ക് പ്ലസ് ലാൻഡ്സ്കേപ്പ് പ്ലസ് കരിങ്കല്ല്. ഇത് നമ്മുടെ ഈ ട്രോപ്പിക്കൽ സാധനത്തിന് മെയിൻ സാധനമാണ്. ഓക്കെ. അപ്പോൾ അത്തരം ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ക്ലാഡിംഗ് സ്റ്റോൺ അങ്ങനെ ഈ ഫിനിഷ് തന്നെ ചെയ്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ഇത് ട്രോപ്പിക്കൽ അല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കണ്ടംപററി ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ. കണ്ടംപററി ട്രോപ്പിക്കൽ ആണ്. പിന്നെ ഇനി നമുക്ക് ഇത് നമ്മുടെ വീടിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ്. ഒപ്പം തന്നെ ഇതിന് 2 എൻട്രൻസ് വേറെ ഉണ്ട്. വേറെ ഒരു എൻട്രൻസും കൂടി ഇതിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ വൈഡ് ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്? ആക്ച്വലി 2 എൻട്രൻസ് കാണാം. ഇതാണ് പ്രൈമറിലി മെയിൻ എൻട്രൻസ്. ഇത് സെക്കൻഡറി എൻട്രൻസ് ആണ്. സാറിന് ഒരു ലേഡീസ് എൻട്രി എന്നൊക്കെ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാനുള്ള ഒരു എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു എൻട്രിയാണ് ആ കാണുന്നത്. നേരെ പോർച്ചിൽ നിന്ന് കയറാൻ പറ്റിയത്. ഇത്രയും വൈഡായിട്ട് കൊടുക്കാൻ അത് ആക്ച്വലി ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ലാൻഡ്സ്കേപ്പിലേക്ക് മാറിയിട്ടാണ് ഈ ഭാഗം ഇരിക്കുന്നത്. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നോർമൽ ടൈലല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് സാധനമാണ്?
ഇത് കോട്ട സ്റ്റോൺ ആണ്, പോളിഷ്ഡ് കോട്ട സ്റ്റോൺ എന്ന് പറയും. പോളിഷ്ഡ് കോട്ട കോട്ട സ്റ്റോൺ. അപ്പം ശരിക്കും നോർമൽ ടൈലിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കോസ്റ്റിംഗ് ഇതിന് കൂടുതലല്ലേ? ഈ പറഞ്ഞ ഇൻസ്റ്റാളേഷൻ ആയാലും അതിന്റെ കോസ്റ്റ് വൈസ് ആയാലും. ഇത് നാച്ചുറൽ മെറ്റീരിയൽ എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ഈ തീമിന് കുറച്ചുകൂടെ മാച്ച് ആവുന്നതാണ്. മാത്രമല്ല കാലിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനും നല്ലത് ടൈൽ വളരെ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ നമ്മളുടെ മാവ് വെട്ടാതെ, ആ ചെടികളൊന്നും വെട്ടാതെ തന്നെ അതിനെ നിലനിർത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ ഇത് സാധിച്ചു? ഇത് എങ്ങനെ ചെയ്യാൻ പറ്റി? ഇത് ആക്ച്വലി ഈ മരം ഇവിടെ സൈറ്റിൽ ആദ്യം വരുന്ന സമയത്ത് തന്നെ ഈ മരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇത് റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് റീറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഹോൾട്ട് കയറ്റാനുള്ള കാരണം. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു വേര് താഴേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു കോളൊക്കെ പില്ലറൊക്കെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് കൊടുക്കണം. താഴേക്ക് ഫൂട്ടിങ് സ്വാഭാവികമായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് പകരം ഫൂട്ടിങ് സെന്ററിൽ വെച്ചിട്ട് ഇത് കാൻലിവർ ചെയ്തിട്ട് അതിൽ ഈ കോളംസ് പോകുന്നത്. അപ്പോൾ ഈ വേരിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ ഓപ്ഷൻ വന്നാൽ, ഇങ്ങനൊരു മരം നമുക്ക് വെട്ടാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ 100% ഈ ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മരം അടുത്തുണ്ടെങ്കിൽ പോലും നമുക്ക് തൊട്ടടുത്ത് ഫൂട്ടി വെക്കുന്ന നേരം ഫൂട്ടി മാറ്റിയിട്ട് പിന്നെ കോളം കാൻലിവർ ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്ലോട്ടിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് ഭംഗി ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ചെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, സർപ്ലസ് ആണ്. ആൾക്കാർക്ക് ഇരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ കാര്യങ്ങൾക്കാണെങ്കിലും. ഇപ്പം പറഞ്ഞല്ലോ, അതായത് ഈ NRI ആണ് ഇവർ വരുമ്പോൾ ഫാമിലി മൊത്തം ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഒരു 1 month എല്ലാവരും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അതിന് ഇത് ഭയങ്കര ലാവിഷായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് നാട്ടിൽ വരുന്ന സമയത്ത് പുള്ളി റിലേറ്റീവ്സ് ഒക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ കൂടെ ഇരിക്കാനൊക്കെ കഥ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ഇത് കണ്ടിട്ടുണ്ടാവും, ഇത് കാൻലിവർ ചെയ്തിട്ടാണ് ഈ സ്ലാബ് കിടക്കുന്നത്. നോർമലി നമ്മൾ ഈ പ്ലിന്ത് കാണുന്നത് നേരെ താഴെ വരെ നിൽക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനിന് ആ സ്ലീക്നെസ് ഇതിനും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാൻലിവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയായിട്ടുള്ള എക്സിക്യൂഷൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വീടിന്റെ അകത്തെ വിശേഷങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് കണ്ടത്. വീടിന്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നതും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പം ആ ഒരു കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഡോറാണ്. ഇതെങ്ങനെയാണ് ഒറ്റ ഡോർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്? നോർമലി ഇത്തരം വിടുത്തുള്ള സ്പേസിൽ സാധാരണ ഡബിൾ ഡോറാണ് ചെയ്യാറ്. ഇത് ഒന്നിച്ചൊരു ഡോർ തുറന്നിക്കുമ്പോൾ ആ ഒരു വിശാലത ഒന്നുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല ഇത് വളരെ സ്ലീക്കായിട്ട് ഇപ്പോൾ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അടച്ചു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റും ഇല്ലാതെ തന്നെ ഇത് കാണാനും പറ്റും. ഓക്കെ, അത് പക്ഷേ ഒരു ഹാൻഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, ഇത് ആക്ച്വലി ഇത് പിവറ്റഡ് ഹിഞ്ചസ് ആണ്. നമുക്ക് എത്ര സ്പാനുള്ളതും നമുക്ക് ഇങ്ങനെ ഈ പിവറ്റഡ് ഹിഞ്ചസ് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ തടിയെല്ലാം തേക്കൂട്ടാണ്, എല്ലാം തേക്കൂട്ടാണ്, എല്ലാം ഫോറസ്റ്റ് ടീക്കാണ്. ഇതിന് ഹാൻഡിൽ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ ഡിസൈനിന്റെ പാർട്ടായിട്ട് ഇത് തന്നെ ഒരു ഹാൻഡിലായിട്ട് മാറുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ ഈ ലിവിംഗിലേക്ക്, നമ്മുടെ ഫോർമൽ ലിവിംഗിലേക്ക് കിടക്കുമ്പോൾ, ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആംബിയൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സിമെന്റ് ടെക്സ്ചർ അല്ല, മൊത്തത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ ഫിനിഷ് ആണ്. അത് എന്താണ് അങ്ങനെ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊടുക്കാൻ? ആക്ച്വലി ഒരു മൊത്തത്തിൽ വൈറ്റ് എലമെന്റ്സ് വളരെ കുറവാണ്. ഓക്കെ, കുറച്ച് ഡാർക്ക് എലമെന്റ്സിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഈ സിമെന്റ് ടെക്സ്ചർ കൊടുക്കുമ്പോൾ നോർമൽ കോസ്റ്റിങ്ങിനെക്കാട്ടി കൂടുതൽ വരും. ഇത് M20 വെച്ചിട്ടല്ലേ ചെയ്യണ്ടേ? അങ്ങനെയല്ല, നോർമലി നമ്മൾ പ്ലാസ്റ്റർ ആയാലും പുറത്ത് ചെയ്ത ടെക്സ്ചർ ആണ്. ഓക്കെ, ഒരു 150 ഒക്കെ സ്ക്വയർ ഫീറ്റ് പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ടെക്സ്ചർ അഡീഷണൽ സിമെന്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്, അല്ല നമ്മുടെ പെയിന്റ് കോട്ടിങ്സ് ഒന്നും തന്നെ അല്ല, സിമെന്റ് തന്നെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിന് അകത്തോട്ടുള്ള എൻട്രൻസ് ഇപ്പൊ ഈ തേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് അതിന്റെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണിത്. ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വളരെ വൈഡ്നെസ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു വലിപ്പം തോന്നിക്കുകയാണ്. പിന്നെ ഇത് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഇത് ഔട്ട്ഡോറിലേക്കുള്ള ആ ഒരു കണക്ടിവിറ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിരിക്കാനാണ് ഇങ്ങനെ ഗ്രില്ലൊന്നും ഇല്ലാത്ത ഗ്ലാസ് തന്നെ ഇവിടെ വെക്കാറുള്ളത്. അത് ഈ ഗ്രില്ലില്ലാതെ തന്നെ ആ ടൈപ്പ് ഗ്ലാസ് ആണോ മൊത്തത്തിൽ വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, ഇതിലിപ്പോ തുറക്കാൻ പറ്റുന്ന ഏരിയയിൽ നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോർമൽ ഗ്ലാസ് ആണ്. ഓക്കെ, ഇത് ടഫൻ ഈ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് ഗ്ലാസ് ആണ്. ഓക്കെ, അത് ഭയങ്കര ഭംഗിയാണ്. സാൻഡ്വിച്ച് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഈ ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, ഇവിടെ സ്ലിറ്റ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റ് വിൻഡോ കൊടുക്കാൻ ഒരു കാരണം, പുറത്ത് ചെയറിട്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ വിൻഡോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ സ്ലിറ്റ് വിൻഡോ കൊടുത്തത്. മാത്രമല്ല ഇത് നോർമൽ ലിൻഡിൽ ഹൈറ്റിനേക്കാളും കുറച്ച് താഴ്ന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നേരെ വിഷ്വലി നമുക്ക് നമ്മുടെ ഐ ലെവൽ എന്താണോ അത് പുറത്തേക്ക് കറക്റ്റ് കിട്ടുന്ന രൂപത്തിലാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു രസം എന്ന് പറയുന്നതാണ് ഈ പിവറ്റഡ് വിൻഡോസ് ആണ്.
ഇത് ഭയങ്കര ക്രിട്ടിക്കൽ സാധനമാണ്. നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ കോർട്ട്യാർഡിലേക്കാണ് ഇങ്ങനെ ആക്സസ്, ഇങ്ങനെ ഒരു വിൻഡോ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സൂപ്പറായിരിക്കും. ഇത് ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്? ഇത് സ്റ്റീൽ ഫ്രെയിം വെച്ചിട്ട് അതിന് പ്ലൈ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് ടെക്സ്ചർ പെയിന്റ് ചെയ്തതാണ്. ഈ സെയിം ടെക്സ്ചർ ഫിനിഷ്, അതായത് നമ്മുടെ ഈ മുകളിൽ ചെയ്ത സീലിംഗിൽ ചെയ്ത സെയിം ടെക്സ്ചർ ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് കുറച്ച് നിങ്ങളുടെ ആർക്കിടെക്ചർ ടച്ച് കൊടുക്കാനായിട്ടാണ് ഈ കട്ടിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ലൈറ്റിന്റെ പ്ലേ ഉണ്ടാവും, പിന്നെ നാച്ചുറലി ഒരു എയർ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതിന് ഈ പറഞ്ഞ രീതിയിൽ അതിനൊരു ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അതായത് നമ്മൾ വന്ന വഴി വന്ന് ജോയിൻ്റ് ആവുന്നത് ഏകദേശം എവിടെയാണ്? ഇതാണ് വിശാലമായ കോർട്ട്യാർഡാണ് ഇവിടെ ഉള്ളത്. വിശാലമായ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശാലമായ കോർട്ട്യാർഡ്. എന്തുവായിരുന്നു ഇതിൻ്റെ ഒരു ഈ പ്ലാനിങ് തുടങ്ങുന്നത് തന്നെ ഈ കോർട്ട്യാർഡ് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു ഫാമിലി ഒരുപാട് പേര് ഒരുമിച്ച് എപ്പോഴും ഗ്യാദർ ചെയ്യുന്നൊരു അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈമറി. അതെ, ആ ഒരു ഫാമിലി ഗ്യാദർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം, കോമൺ സ്പേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണം എന്നുള്ള രൂപത്തിലാണ് ഈ ഡിസൈൻ അപ്രോച്ച് ചെയ്തത്. പ്രൈമറിലി നമ്മൾ വരച്ചു തുടങ്ങിയത് ഈ കോർട്ട്യാർഡ് വെച്ചിട്ടാണ്. കോർട്ട്യാർഡ് ആസ് എ സെന്റർ പോയിന്റ്. അതുകൊണ്ടാണ് പവലിയൻ ഹൗസ് ഇതൊരു പവലിയൻ സ്പേസ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇതിന് ചുറ്റുമാണ് എല്ലാ കോമൺ ആയിട്ടുള്ള സ്പേസും ഇതിന് ചുറ്റുമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു പോഡിയം പോലെ വേണമെങ്കിൽ വർക്ക് ചെയ്യും. അതെ, പോഡിയം പോലെ നമുക്ക് ഇൻഫോർമലായിട്ട് ഇങ്ങനെ ഇരിക്കാനും ചുറ്റും ഇരുന്ന് സംസാരിക്കാനും. അപ്പോൾ ആ ഒരു പർപ്പസ് എല്ലാം പിന്നെ തൊട്ടടുത്ത് കിച്ചണാണ്, ഇവിടുന്ന് ഭക്ഷണം ഇരുന്ന് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു എലമെന്റ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ മുകൾ ഭാഗമാണ്. ഇതിപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തേക്ക് വരും. അപ്പം റെയിൻ കോർട്ട്യാർഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പം മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് വരുന്ന റെയിൻ കോർട്ട്യാർഡാണിത്. ഇത് വളരെ വിശാലമായ സ്ഥലമാണ്, ഒന്നും പറയാനില്ല. അതായത് എന്താ പറയണ്ടേ, ക്രിക്കറ്റ് കളിക്കാം. ഇത് താഴെ ഇട്ടിരിക്കുന്ന സ്റ്റോൺ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ്? ഇത് താന്തൂർ സ്റ്റോൺ ആണ്. താന്തൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വുഡൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡെക്ക്, ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലേക്ക്. ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ ലിവിംഗിലും അതുപോലെ തന്നെ ഡൈനിങ് ഒക്കെ ഉള്ള സമയത്ത് ഫാമിലിക്ക് ബെഡ്റൂം സൈഡിലേക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ മഴവെള്ളം വീഴുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാധ്യത എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? കോർട്ട്യാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ മഴവെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് കളക്ട് ചെയ്യും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. മഴ പെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കല്ലിട്ട് കഴിഞ്ഞാൽ ആ ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് അതിൽ അബ്സോർവ് ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുക. അപ്പോൾ ഇതേ ഫിനിഷ് കണ്ടിന്യൂ ആണെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ അങ്ങനെ റിട്ടേൺ ചെയ്യും. അതില്ലാതിരിക്കാനാണ് ഈ നാച്ചുറൽ പെബിൾസ് ഇട്ടത്. നാച്ചുറൽ പെബിൾസ് കൊടുത്തിട്ട് ഒരു വുഡൺ എലമെന്റും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഫ്ലോറിങ്ങും കൊടുത്ത് ഇതിനെ രണ്ടിനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സൂപ്പർ എക്സിക്യൂഷനാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ്, അതായത് കറക്റ്റ് സൺലൈറ്റ് ഉച്ചയ്ക്ക് 12 മണിയാണ് സമയം ഇവിടെ വരും. സൂര്യൻ പോകുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ കറങ്ങി വരും അല്ലേ? അതെ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ആക്ച്വലി 2 ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കറങ്ങി ആ വാളിലേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി വരുന്നൊരു പ്ലേ ഓഫ് ലൈറ്റ്. ഇത് ഇവിടുന്ന് തുടങ്ങി നേരെ അങ്ങോട്ട് വരും. അത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഓരോ സമയത്തും ഇതിൻ്റെ ഈ പൊസിഷൻ, അതായത് ഈ ലൈറ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഫുള്ളി ക്ലോക്കിന്റെ ആവശ്യം വരത്തില്ല. ഒരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. 12 മണിയാണ് സമയം. ഈ സമയത്ത് കറക്റ്റ് സൂര്യന്റെ വെളിച്ചം കൊണ്ട് ഇവിടെയാണ് അതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പേസേ കൊടുത്തിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാര്യം? അത് ഫാമിലി ഡൈനിങ് ഈ സ്പേസിനെ സംബന്ധിച്ചോളം ഡൈനിങ് ഫോർമൽ ഡൈനിങ്ങിനാളും ഇൻഫോർമൽ ആയിട്ടുള്ള ഈ സ്പേസ് ആണ് അവർ കൂടുതൽ ഗ്യാതറിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫോർമൽ ഡൈനിങ്ങിന് വേണ്ടി മാത്രമാണ്. ഫോർമൽ ഡൈനിങ് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിന്റെ ഈ സ്പേസിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇവർ ചെയ്യാറെന്ന് വെച്ചാൽ എല്ലാ ഭക്ഷണവും ഇവിടെ കൊണ്ടുവെക്കും. ഇവിടെ നിർത്തിട്ട് അവിടെ ചുറ്റിരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം അവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര സെറ്റപ്പായിട്ടാണ്. ഭയങ്കര നീളത്തിൽ ലെങ്തി. താഴെ നമ്മുടെ തീക്കൂട്ടും മുകളിൽ ഇറ്റാലിയൻ മർമർ കൊടുത്തു. പിന്നെ ഇഷ്ടം പോലെ ഡ്രോവേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ഇതേ കോൺസെപ്റ്റിലുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ആംബിയൻസ് ആയിട്ടുള്ള നമ്മുടെ ലൈറ്റ്സും പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നീളത്തിലുള്ള മിറർ കൊടുത്തിരിക്കുന്നതാണ്. ഈ മിററിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മിറർ ഇങ്ങനെ കൊടുത്തേക്കുന്ന കാരണം ആ കോർട്ട്യാർഡിന്റെ എഫക്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡാണ്. ഇതിന്റെ ഏറ്റവും സെന്റർ പോയിന്റ് കോർട്ട്യാർഡ്, ഫോക്കൽ പോയിന്റ്. നിങ്ങൾ ആദ്യം വരച്ചത് പേപ്പർ എടുത്ത് വരച്ചാണ് തുടങ്ങിയത് കോർട്ട്യാർഡ്. അപ്പം ഇനി നമ്മൾ ഇനി അടുത്ത കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചൺ ഇവിടെ ഒരു സാധാരണ എല്ലാ കിച്ചണിലെയും പോലെ തന്നെ
ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഇതൊരു ഷോ കിച്ചണാണ്, ഇതിനോടുകൂടി ചേർന്നിട്ട് വർക്ക് ഏരിയ കിച്ചൺ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായിരുന്നു ഈ കിച്ചണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്പേസ് കൊടുത്തിട്ട് ഇത്രയും ചെറിയൊരു കിച്ചൺ കൊടുക്കാനുള്ള കാര്യം? ഇത് ആക്ച്വലി കാര്യമായിട്ട് കുക്കിംഗ് നടക്കാത്തൊരു സ്പേസ് ആണ്. ഇതൊരു പാൻട്രി കിച്ചൺ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്താണ്. ഓക്കെ. കോട്ടയാടിൻ്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് ഒരു ഭക്ഷണം ഒരു ഇൻഫോർമലായിട്ട് അവർ വീട്ടിൽ മാത്രം ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്നൊരു സ്പേസ് ആണ്. ഇവിടെ ഇരുന്ന് കഴിക്കാം, അതുപോലെ തന്നെ ആ ഒരു പോഡിയത്തിലിരുന്ന് കഴിക്കാം, ആ രൂപത്തിലുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഈ കിച്ചണിൻ്റെ സ്പേസ് നമ്മൾ ഷോ കിച്ചൺ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വർക്ക് ഏരിയ കിച്ചൺ ഉണ്ട്. വർക്ക് ഏരിയ കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തു. കാര്യം ഇത്രയും ഒരു വീട്ടിൽ വരുന്ന ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും നീളം വീതിയുള്ള ഒരു വർക്ക് ഏരിയ കിച്ചൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിന്റെ എല്ലാ സൈഡിൽ കൂടെ 2 ഡോറാണ്. അതെ. അപ്പം നമ്മൾ ഇപ്പം കിച്ചൺ വന്നു കഴിയുമ്പോൾ കിച്ചൺ തന്നെ ഇവിടുന്ന് തന്നെ 2 ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ തന്നെ അവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം എല്ലാം ഓപ്പൺ ആയിട്ട്, അതായത് കോട്ടയാടിലേക്കുള്ള ആക്സസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വോളുണ്ട്. ഇത് ഞാൻ കയറി വന്നപ്പോൾ മുതൽ ഈ വോള് ശ്രദ്ധിക്കുകയാണ്. ഇത് നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാത്തതാണോ അതോ എന്താണ് ഇതിന്റെ ഒരു പിന്നുള്ള ടെക്? ഇത് ആക്ച്വലി ഒരു ബ്രിക്ക് ക്ലാഡിംഗ് ആണ്. ബ്രിക്ക് നോർമലി എങ്ങനെയാണ് മേസൺറി ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ വെച്ച് പോയതാണ്. ഇത് ഓരോ പീസ് ബ്രിക്കാണ്. ഓരോ പീസ് ബ്രിക്കാണ്. ഇത് ക്ലാഡിംഗ് ടൈലാണ്. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സിമെന്റ് ടെക്സ്ചർ സിമെന്റ് കൊടുത്ത് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ഇത് നമ്മുടെ നാട്ടിൽ ഈ സാധനം അവൈലബിൾ അല്ല. ഇത് ഇല്ല, നമ്മുടെ ഈ ഫിനിഷിൽ അവൈലബിൾ അല്ല. ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അല്ലേ? പിന്നെ ഇതിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റാന്തൽ കൊടുത്തിട്ടുണ്ട്. രാത്രി സമയത്ത് ഈ ലൈറ്റ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ സ്പോട്ട് ലൈറ്റ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വീഡിയോ വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലൈറ്റ്. ആ ലൈറ്റിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ ആ ഒരു ക്ലാരിറ്റി അത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ വെളിച്ചം വരാൻ വേണ്ടിയുള്ള ഒരു എലമെന്റ് മാത്രമല്ല ലൈറ്റ്, അതൊരു ആർക്കിടെക്ചർ എലമെന്റ് കൂടിയാണ്, ഒരു ഡിസൈൻ എലമെന്റ് കൂടിയാണ് ലൈറ്റ്. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം തന്നെ ഈ സാധനത്തിന്റെ ആ ഒരു രസം കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റാന്തൽ ലൈറ്റ് വേണം. ആ ഒരു സംഭവം വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതിന്റെ പാത്തയിലേക്ക് പോവാണ്, ഇതിന്റെ വഴി കൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനിയും ഫാമിലി ലിവിങ്ങിലേക്കാണ് പോകുന്നത്. ഫാമിലി ലിവിങ് എന്ന് പറയുന്നതും ഒരു അത്യാവശ്യം വലിയ സ്പേസ് കൊടുക്കാതെ, കാര്യം ഫാമിലി ലിവിങ്ങിന്റെ സ്പേസ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന വോളും അതുപോലെ തന്നെ ഒരു ടി വി സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്? ഇത് പ്ലൈവുഡ് ആൻഡ് വിനിയറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തത്, നിങ്ങൾ തന്നെ കൊടുത്ത? ഇത് നമ്മൾ കൊടുത്ത ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഈ പ്രോജക്ട് മാനേജ്മെന്റ് ടീം അവർ ചെയ്തെടുത്താണ്. പിന്നെ ഇവിടെ ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ലെഗ്രാൻഡിന്റെ ആണ്. ലെഗ്രാൻഡിന് അതുള്ള ഒരു പ്രശ്നമുണ്ട്. ലെഗ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. ശരിക്കും ലെഗ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം ക്വാളിറ്റി മെറ്റീരിയലാണ്. പക്ഷേ ലെഗ്രാൻഡ് പലയിടത്തും പല റേറ്റ് കുറച്ച് ഒരുപാട് പേര് കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഡിവിഷനിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. നമ്മൾ ബ്രാൻഡിന്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. പക്ഷെ കോസ്റ്റ് വൈസ് പുറത്തുള്ള ചെറിയ കടകളിൽ നിന്നൊക്കെ കൊട്ടേഷൻ എടുത്തിട്ട് വരുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അതൊരു വലിയൊരു ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു സംഭവം, ഇതെന്താണ് ഈ ടൈപ്പ് ടൈല്? നമ്മൾ പുറത്ത് ഗ്ലോസി കണ്ടു, ഇവിടെ മാറ്റ് കണ്ടു. ഇത് എങ്ങനെയാണ് ഇത് കൺവെർട്ട് ചെയ്തത്? പുറത്ത് നമ്മൾ ചെയ്തതെല്ലാം ഈ മെറ്റീരിയലും സെയിം മെറ്റീരിയലാണ്. അത് പോളിഷ്ഡ് ആണ്, ഇത് ലെതർ ഫിനിഷ് ആണ്. അത് കോട്ട പോളിഷ്ഡ് കോട്ട, ഇത് ലെതർ ഫിനിഷ് തന്നെ എടുത്തു. അതെ, ഈ ലെതർ ഫിനിഷ് എടുക്കുമ്പോൾ ഇതിന്റെ ഈ ഗ്ലോസിനെസ്, ഇതിന്റെ മുകളിലുള്ള ഈ പറഞ്ഞ കോട്ടിങ്ങിന് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും സംഭവിക്കില്ല. ഇത് നാച്ചുറൽ മെറ്റീരിയലാണ്. ഇത് ആക്ച്വലി നമ്മൾ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ, പുറത്ത് എങ്ങനെയാണ് നാച്ചുറൽ മെറ്റീരിയൽ ഉപയോഗിക്കുക അതുപോലെ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് ക്ലയൻറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ക്ലയൻറ്റിനും ഇത് ആക്സെപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ കോട്ടയാട് മാത്രമല്ല, ഇതിന് ചുറ്റുള്ള സ്പേസും ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തത്. സാധാരണ എല്ലാവരും ടൈൽസിലേക്ക് പോകും. ഞങ്ങളുടെയൊക്കെ നെഞ്ചത്തടിക്കുന്ന പരിപാടിയത് കേട്ടോ. ടൈൽസ് കച്ചവടക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ഗ്ലോസി കോട്ട സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ തീമും എല്ലായിടത്തും ഈ തീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിമെന്റ് ടെക്സ്ചർ കം ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. വൈറ്റും ഗ്രേയും ഈവൻ ഫ്ലോറും സീലിംഗും ഒക്കെ ആ കോമ്പിനേഷൻ തന്നെ പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഒരു വുഡൻ സ്ട്രിപ്സിന്റെ ഒരു ഡിസൈൻ എലമെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ ഫുള്ളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ബെഡ്റൂമുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, കാര്യം ബെഡ്റൂമിന് വലിയ സ്പേസ് കൊടുത്തിട്ടില്ല. കാര്യം വൈകുന്നേരങ്ങളിൽ മാത്രം നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രം വരുന്ന സ്പേസ് ആവണം ബെഡ്റൂം. അല്ലാതെ
ഡിസ്കഷൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ഇത്രയും എല്ലാവരും ബെഡ്റൂമിൽ എല്ലാ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു കോമൺ ഏരിയയിലാണ്. അതെ, അപ്പോഴാണ് ഒരു ഫാമിലി ബോണ്ടിങ് സംഭവിക്കുക. അതേ ഉള്ളൂ. അപ്പൊ ആ ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വിൻഡോസ് എല്ലാം ഇത് കൊടുത്തിരിക്കുന്നത് എല്ലാം സ്ക്വയർ ആർഡുകളിലാണ്, MS സ്ക്വയർ ആർഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഗ്ലാസ് എല്ലാം ഈ പറഞ്ഞ നമ്മുടെ സാൻഡ്വിച്ച് ഗ്ലാസ് ആണ്. ഇത് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഗ്ലാസ് ആണ്. ഇത് നോർമൽ ഗ്ലാസ് ആണ്. ഗ്രില്ല് കൊടുത്തത് കാരണം ഇത് വ്യൂ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗത്താണ് നമ്മൾ സാൻഡ്വിച്ച് ഗ്ലാസ് ഉപയോഗിച്ചത്. അത് ഗ്ലാസ് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അതായത് ഓപ്പൺ ഒരു വൈഡ് ഏരിയയിൽ ഗ്ലാസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം അതിന് പരിഹരിക്കാൻ പറ്റുന്ന സാധനമാണ് സാൻഡ്വിച്ച് ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ ടഫ് ആൻഡ് ഗ്ലാസിനെക്കാട്ടിൽ കോസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ ലാമിനേറ്റ് ഗ്ലാസിന്? സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാര്യം ഇത് 2 ലെയർ ഗ്ലാസ് വരും പ്ലസ് ഒരു ലാമിനേഷൻ ലെയർ വരും. അപ്പോൾ അതിന് എത്ര ശതമാനം കോസ്റ്റ് കൂടുതൽ? നോർമൽ ഗ്ലാസിനേക്കാളും ഒരു ഡബിൾ കോസ്റ്റ് വരും. ഡബിൾ കോസ്റ്റ് വന്നാലും ഗ്രില്ലിന്റെ കോസ്റ്റും അതിന്റെ ലേബറും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഈ കോസ്റ്റ് എന്നാലും ഒരല്പം കൂടുതലാണെങ്കിലും നമുക്ക് ആ വ്യൂ അതുപോലെ എൻജോയ് ചെയ്യാൻ. കോസ്റ്റ് അല്ല പ്രശ്നം, വ്യൂ കോൺസെപ്റ്റ്സും ആണ് പ്രശ്നം. അപ്പൊ ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഡ്രസ്സിംഗ് ഏരിയക്ക് ഒരു വളരെ വിശാലമായ ഒരു വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡിംഗ് ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ അത് ഒരു വൈഡ് ഗ്ലാസ്. നിങ്ങളുടെ ഈ കോൺസെപ്റ്റിലെല്ലാം എവിടെ കണ്ടാലും എല്ലാം വലിയ ഗ്ലാസ് ആണല്ലോ. ഇതിന് വേറൊരു ഉദ്ദേശമുണ്ട്. ഒന്ന് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്ന ഒരു ഫീലും കൂടെ കിട്ടാനാണ്. ആ ഭാഗത്ത് ക്ലോസ് കഴിഞ്ഞാൽ ഇത് സ്വഭാവമായിട്ട് വലിയ സ്പേസ് ആയിട്ട് കുറച്ചും കൂടെ ഫീൽ ചെയ്യും. അപ്പം ഇനി ഇതിന്റെ ബാത്റൂമാണ്. ഇപ്പം ഇത്രയും ചെയ്ത ബാത്റൂം എന്ന് പറയുമ്പോൾ ബാത്റൂമും തീർച്ചയായിട്ടും ഇത് വൈഡ് ആയിരിക്കും. ബാത്റൂമിനകത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്, അതായത് വെറ്റ് ഏരിയയും വാഷ് ഏരിയയും രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുക്കാഞ്ഞത്? അവർ പ്രിഫേർഡ് അല്ല, അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഗ്ലാസ് പാർട്ടീഷൻ ഇല്ലാതെ തന്നെ വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സും അതുപോലെ തന്നെ സാനിറ്ററി എല്ലാം ഏകദേശം എബോ ലെവൽ, വലിയ പ്രീമിയം അല്ല, ഒരു മിഡ് റേഞ്ച് പ്രീമിയം റേഞ്ച്. ഇത്രയും വലിയ വീടിലാണെങ്കിലും നമ്മുടെ സാനിറ്ററി ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത് മീഡിയം ഐറ്റമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് കറക്റ്റ് കാര്യം. ഒരുപാട് ഹൈ എൻഡ് സാനിറ്ററി പ്രീമിയം പോകാതെ ഒരു മിഡിൽ എൻഡ് ബ്രാൻഡുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഇവിടെ വാഷ് കൗണ്ടർ ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ഒരു വാഷ് കൗണ്ടറിലാണ്. ഈ താഴെ മാറ്റ് ഫിനിഷ്. എന്തായാലും ഞങ്ങൾക്ക് ടൈലിന്റെ സാധ്യത ബാത്റൂമിലെങ്കിലും നിങ്ങൾ തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇനി അടുത്ത ബെഡ്റൂം ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്, ആ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 മണി കഴിഞ്ഞു, നമ്മുടെ സൂര്യൻ്റെ കറക്റ്റ് സ്പോട്ട്, റൗണ്ട് സ്പോട്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഇതൊരു വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആ ഒരു വാള് ഒരു ഹൈലൈറ്റ് വാളാണ്. അപ്പോൾ അതിലേക്കാണ് കറക്റ്റ് 12 മണിക്ക് ലൈറ്റ് വരുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് റോഡ് വരെയുള്ള ആളുടെ ആക്സസ് ആണ്. ഈ ഗ്ലാസ് സാൻഡ്വിച്ച് ഗ്ലാസ് കൊടുത്തോണ്ടാണ് ഈ അഡ്വാൻറ്റേജ്. കാര്യം ഇത്ര ഏരിയ വൈഡായിട്ട് ഗ്ലാസ് കൊടുത്തോണ്ടാണ് ഈ ലോങ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള അടുത്തൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും സെയിം സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈസ് ചെറിയ സൈസാണ്, കുറച്ച് സൈസ് കുറവാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വേറെ സെപ്പറേറ്റ് ഇല്ല. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിൽ ബാത്റൂമും ഇതുപോലെ തന്നെ വാഷ് ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ടൈലിംഗ് ഈ 2 സെഗ്മെന്റിലും ഒരേ പാറ്റേൺ ടൈൽ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ ടൈലാണ് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ ടൈലും വിത്ത് ഒരു ഗ്രേ ഷെയ്ഡ്, ഗ്രേ വൈറ്റ് കോൺസെപ്റ്റ് എല്ലാവർക്കും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വിൻഡോസിന്റെ ഡിസൈൻ ആണ്. വിൻഡോസിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ബേ വിൻഡോയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം ഓപ്പൺ ചെയ്യാം. വിൻഡോയിൽ എല്ലാ പാനൽസും ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇല്ല, ആവശ്യമുള്ള ഓപ്പൺ ചെയ്യാം, അല്ലാത്ത ഫിക്സഡ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ളത് ഓപ്പൺ ചെയ്യുന്ന സ്പേസ് ഇടുമ്പോഴാണ് കോസ്റ്റ് സാധാരണ നിലയിൽ കുറയുക. അല്ലേ, അതൊരു വലിയൊരു കാര്യമാണ്. അതാർക്കും ക്ലിയർ ആയിട്ട് അറിയാത്തൊരു കാര്യമാണ്. എല്ലാവരും തുറന്നു കിടും. എന്തിനാണ് എപ്പോഴും എല്ലാ ഡോറും തുറന്നു? ഒരു 4 പൊളിയുള്ള വിൻഡോ ഒരിക്കലും നമ്മൾ 4 ഷട്ടേഴ്സ് തുറക്കാറില്ല. രണ്ടോ മാക്സിമം തുറക്കും. അപ്പൊ അത് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റുകൾ ചെയ്ത ഈ സാധനം ഈ വീടിന്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. പോകുന്ന പാത്വേ, അതായത് നമ്മളുടെ ഈ കോർട്ട്യാർഡിന് ചുറ്റുമുള്ള ഈ പാത്വേയിൽ ഇവിടെയാണ് ഇതിന്റെ പ്രെയർ ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയായിട്ട്, അതായത് പ്രെയർ ഏരിയ എന്ന് പറയുമ്പോൾ അതേപോലത്തെ ഒരു ഫീൽ കിട്ടണം, ആ ഒരു രീതിയിലുള്ള ഒരു പ്രെയർ ഏരിയ ആണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രെയർ ഏരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ആണ്. ഭയങ്കര ആംബിയൻസ് ആണ്, രക്ഷയില്ല. നമുക്ക് ശരിക്കും എന്താ പറയണ്ടേ, ദൈവത്തിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കരമായിട്ട് പറ്റുന്ന ഒരു സംഭവം. പിന്നെ ഇത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻ ലൈറ്റുകളൊക്കെ തന്നെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇത് ശരിക്കും എന്താണ് ഇതിനോട് ചേർന്നിട്ടുള്ളത്? ഇത് പ്രയറിന് മുന്നേ നമ്മൾ ഓർക്കുന്ന അബ്ലൂഷൻ സ്പേസ് ആണ്.
ഓക്കെ, അതും വളരെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്പേസ് വളരെ ക്രിട്ടിക്കലി അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ പെബിൾസ് ഇട്ടിട്ട് നമ്മൾ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കാണാം. മുകളിലത്തേക്ക് പോകുമ്പോൾ ഇത് സാധാരണ എല്ലാവരും ഒരുപാട് ഇപ്പം ഞങ്ങളുടെ കേരളത്തിൻ്റെ ഒരു തെക്കൻ മേഖല, അതായത് ഞങ്ങളുടെയൊക്കെ സ്ഥലം ആലപ്പുഴ മേഖലയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാശ് കളയുന്ന സാധനം എന്താണെന്ന് അറിയാം? സ്റ്റെപ്പ് ഹാൻഡ് റെയിൽസിനാണ്. ഉള്ള SS-ന്റെ പൈപ്പുകളൊക്കെ വെച്ചിട്ട് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ അവരുണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ ഗ്ലാസ് കയറ്റും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഇത്രയും വലിയൊരു വീട്ടിൽ, ഇത്രയും ഏരിയ ഉള്ളൊരു വീട്ടിൽ അത് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ടാണ്. പക്ഷേ അതിന് ഭയങ്കര ആംബിയൻസ് തന്നെയുണ്ട്. ഐ സെക്ഷൻ കൊടുത്തിട്ട് ഐ സെക്ഷനിൽ നമ്മൾ പ്ലേറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വുഡൻ പാനലിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതും ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ആ ഒരു വ്യൂ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ ഗ്ലാസ് പുറത്തേക്കുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ മുകളിലത്തെ ഭാഗത്ത് ഇവിടെ ഒരു നമ്മളൊരു സ്റ്റഡി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം ഇതിനോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ തന്നെ ഇപ്പം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു, അതും ഒരു സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. അവിടെ ഒരു സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്, ആ സ്റ്റെപ്പ് ഓപ്പൺ ടെറസിലേക്കാണ്. ഈ ഒരു പാത്വേയിലൂടെ പോയിട്ട് ഓപ്പൺ ടെറസിലേക്ക് എത്താം. അപ്പോൾ ഈ രണ്ടെണ്ണം കൊടുക്കാനുള്ള കാരണം എന്താ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് ഫാമിലിക്ക് വളരെ സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ സ്റ്റെയർ ഒരു ആർക്കിടെക്ചർ എലമെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെപ്പ് മൊത്തം ചെയ്തിരിക്കുന്ന മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലപാടിൽ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഹാൻഡ് റെയിൽ മെറ്റൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ സാധാരണ സീലിംഗ് ടൈലല്ലോ, സീലിംഗ് അവിടെ അല്ലല്ലോ ഇട്ടേക്കുന്നത്. എന്തായാലും ഇത് ആക്ച്വലി ടെറാക്കോട്ട ഫ്ലോർ ടൈലാണ്. നമ്മൾ നോർമലി ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ടൈലാണ് നമ്മൾ സീലിംഗിൽ കയറ്റിയിട്ടുള്ളത്. ഒന്ന്, ഈ സൈസിൽ നമുക്ക് മറ്റേ ടൈൽ അവൈലബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓൾറെഡി സീലിംഗ് ടൈൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെയ്ത് കഴിഞ്ഞാൽ റാഫ്റ്റേഴ്സും കൂടെ കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇത് കുറച്ച് കോസ്റ്റ് കുറക്കും. അപ്പം ഇത് ഈ സംഭവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കും. നമ്മുടെ ഫ്ലോറിംഗ് ടൈൽ എടുത്തിട്ട് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ T സെക്ഷൻ വെച്ചിട്ട് ഈ സെക്ഷൻ ട്രിയാങ്കിൾ കൊടുത്തിട്ട് ട്രിയാങ്കിളിന്റെ ഡബിൾ സൈഡിൽ നമ്മൾ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സാധനം ഈ പാത്ത് വേ കണ്ടിന്യൂ ചെയ്ത് പോകാതെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഈ പാത്ത് വേയിൽ നടന്നു വരുമ്പോൾ നമുക്ക് ഈ സ്പേസ് എത്തുമ്പോൾ ഇവിടുന്ന് ഡൈനിങ് സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇത് കണ്ടിന്യൂ ചെയ്ത് വരികയാണെങ്കിൽ ആ സ്പേസ് ഒന്നും കാണില്ല, അത് ബ്രേക്ക് ആയി പോകും. മാത്രമല്ല, താഴെയുള്ള ഈ വരാന്ത സ്പേസ് ഇവിടുന്ന് ഡയറക്റ്റ് കാണാനും നല്ലത്. ഇങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പറ്റില്ല. അതാണ് കാര്യം. വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് ഈ സ്റ്റെയറും കാണാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും വിസിബിലിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. അതായത് വെളിച്ചം കയറും, എയർ സർക്കുലേഷൻ ഒരുപാട്, അതായത് നമ്മൾ പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടിൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു സംഭവം. അപ്പം എനിക്ക് നമ്മളുടെ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഒന്ന് പരിചയപ്പെടണം. അപ്പം ഈ ഒരു ഭയങ്കരമായ കോൺസെപ്റ്റുകളുടെ ഭണ്ഡാരമായ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പം ഇവർ ശരിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? എൻ്റെ പേര് നസീം. അതെ. അദ്ദേഹത്തിൻ്റെ പേര് അസ്ര. മാഹിറിനെ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളുടെ ഓഫീസിന്റെ, നിങ്ങളുടെ യൂണിറ്റിന്റെ പേരെന്താണ്? ആറ്റിക്സ് ആർക്കിടെക്ചർ. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ, കേരളം മൊത്തം ഉള്ള ആൾക്കാർ എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ടേക്ക് കെയർ ചെയ്യാനുള്ള എല്ലാ നിലപാടുകളും ഉണ്ടല്ലോ. യെസ്, കേരളം മൊത്തമല്ല, നമ്മൾ കർണാടകയിലായാലും തമിഴ്നാടായാലും ഇപ്പം സൗത്ത് ഇന്ത്യയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും എത്ര പ്രൊജക്ടുകൾ റണ്ണിങ്ങിലുണ്ട്? ഇപ്പോൾ അറൗണ്ട് 150 റണ്ണിങ്ങിൽ 150 പ്രൊജക്ടുകളോളം. നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ടൈമുള്ള, അതായത് 2011 ഏത് വർഷം? 2011 പാസ് ഔട്ട് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടാതെ വേറെ രണ്ട് പാർട്ട്നേഴ്സും ഉണ്ട്. ഒന്ന് നിഹാദ്, പിന്നെ ആർക്കിടെക്ട് അസ്ലം. ഓക്കെ, ഞങ്ങൾ 4 പേരാണ്. നിങ്ങൾ 4 പേരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണോ? അല്ലല്ല, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ്. പിന്നെ അസ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് സീനിയറാണ്. ഓക്കെ. പിന്നെ നിഹാദ് നമ്മുടെ സെയിം ബാച്ചിന് വേറെ കോളേജാണ്. ഓക്കെ. ഇത് ജൂനിയർ ആർക്കിടെക്ട്. ഏത് വർഷം പാസ് ഔട്ടാണ്? 2021. എഞ്ചിനീയേഴ്സിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഞാനൊരു 2004 എഞ്ചിനീയറിംഗ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് TKM എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സുഖമാണ്. എഞ്ചിനീയർമാരെ കാണുമ്പോൾ തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും. ഞാനിപ്പോ നിങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് സീനിയറാണ്. 2004 പാസ് ഔട്ടാണ്. 2004 പാസ് ഔട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇവിടെ ഒരു അവസരം തന്നതിന് ഇതിന്റെ സാറ്, അദ്ദേഹത്തെ പറ്റിയും കൂടെ ഒന്ന് നമുക്ക് പറയാം. അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സിദ്ദീഖ് സാറാണ്. സിദ്ദീഖ് സാറ് ഇപ്പം കറന്റ് ദുബായിലാണ്. സ്പെയർ പാർട്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ബിസിനസ് ആയിട്ട് അങ്ങനെ
ദുബായ് ബേസ് ചെയ്തിട്ടാണ്. ഫാമിലി ഇവിടെ തന്നെ ഫാമിലി അവിടെയാണ്, അവർ വന്നു പോകും. വന്നു പോകും അല്ലേ? ഓക്കെ. മാഡം ഹൗസ് വൈഫാണോ അതോ അവരും ബിസിനസ്സിലുണ്ടോ? മാഡം ഇവിടെ തന്നെയാണ്, ഹൗസ് വൈഫ്. അപ്പോൾ ശരിക്കും എനിക്ക് ഇങ്ങനൊരു വീട് ഇവിടെ വന്ന് ചെയ്യാൻ അവസരം ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് നന്ദി. പിന്നെ എനിക്ക് ഈ ഒരു വീടിന് ഇവിടെ ചെയ്യാൻ സാധ്യത അനുവദിച്ച ഇതിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ സിദ്ദിഖ് സാർ അല്ലേ? സിദ്ദിഖ് സാറിനും മാമിനും പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാമല്ലോ, ഞാൻ വിഷ്ണു വിജയൻ, VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ 41 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫേം റൺ ചെയ്യുന്നു. സെക്കൻഡ് ജനറേഷൻ ഓണ്ടർപ്രണർഷിപ്പാണ് ഞാൻ റൺ ചെയ്യുന്നത്. ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഇവിടെ മലപ്പുറത്ത് വലിയ പറമ്പ് പുകയൂർ റോഡിൽ എനിക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ കായംകുളത്തുണ്ട്, കോട്ടയമുണ്ട്, പിന്നെ പുനലൂരുണ്ട്. ഇപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു. കായംകുളത്ത് തന്നെ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും A to Z ബിൽഡിംഗ് മെറ്റീരിയൽ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ടൈലിന് നെഞ്ചത്തടിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ ഈ കോട്ട സ്റ്റോണൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീടുകൾക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ടൈലച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇത് മാക്സിമം കമൻറ്റ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക.